മതനേതാക്കളെ മുന്നിൽ നിർത്തി അൽ മുക്താദിർ ജ്വല്ലറി ഉടമ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ഇരകളായത് ഒട്ടനവധി പേർ. കൊല്ലം ജില്ലയിലാണ് കൂടുതൽ പേർക്കും പണം നഷ്ടമായത്. 2000 കോടിയിലേറെ തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമ മൻസൂർ രാജ്യം വിട്ടതായാണ് വിവരം. മനോജ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. മനോജ്, ആദ്യം വിശദാംശങ്ങൾ. അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2000 കോടിയിലേറെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. ഈ അൽ മുക്താദിർ ജ്വല്ലറിയുടെ നേതൃത്വത്തിൽ, അതായത് മതം പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചാരണം നടത്തിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നു എന്ന പേരിൽ കൂടുതൽ ആളുകളെ സമീപിച്ചുകൊണ്ട് അവർക്കിടയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് സംസ്ഥാനത്താകമാനം അവരിൽ നിന്നും മുൻകൂറായി പണം വാങ്ങിയാണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ചെറിയ തുകയൊന്നുമല്ല, ഓരോരുത്തരിൽ നിന്നും വാങ്ങി, അതായത് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങൾക്കായി നീക്കിവെച്ച വലിയ തുകയാണ് ഈ മുഹമ്മദ് മൻസൂറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം തട്ടിയെടുത്തത്. അതായത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇവരെ മതനേതാക്കളെ കൊണ്ട്, മതപണ്ഡിതന്മാരെയൊക്കെ കൊണ്ട് സ്വാധീനിച്ച് പിന്നീട് ആ പണം കൈപ്പറ്റിയ ശേഷം പിന്നീട് സ്വർണമോ പണമോ നൽകാതെ ഈ ഉടമയായിട്ടുള്ള അൽ മുക്താദിറിൻ്റെ ജ്വല്ലറി ഉടമയായിട്ടുള്ള മുഹമ്മദ് മൻസൂർ ഇപ്പോൾ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ രാജ്യം വിട്ടുവെന്നാണ് ഈ പണം നഷ്ടപ്പെട്ടവർ പറയുന്നത്. നീതിക്ക് വേണ്ടി ഈ പണം നഷ്ടപ്പെട്ടവരൊക്കെ തന്നെ സമരം ചെയ്തിരുന്നു. അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം സമരം ചെയ്തു. അതോടൊപ്പം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകി. പക്ഷേ ഇതുവരെയും ഒരു നടപടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ സംസ്ഥാനത്താകമാനം 300-ലധികം FIR-കൾ ഇയാൾക്കെതിരെ, അത്രയധികം കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മതം പറഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക കച്ചവട രീതിയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ആളുകൾക്കെല്ലാം കൊടുത്തത്. അതിനായി മുതിർന്ന മതപണ്ഡിതന്മാരെ രംഗത്ത് കൊണ്ടുവന്ന് ഈ അൽ മുക്താദിറിൻ്റെ പ്രചാരണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കം ഈ അൽ മുക്താദിർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലടക്കം പങ്കെടുത്തുകൊണ്ട് അത്തരത്തിലൊരു ഭരണകൂട പിന്തുണ കൂടെ ലഭിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. രാഷ്ട്രീയ കക്ഷികളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രധാനമായും ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന വലിയ തട്ടിപ്പാണ്. അവർ തന്നെയാണ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം തങ്ങളുടെ സാമ്പത്തികം, അതായത് ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവിടേക്ക് കൊണ്ടിടുന്നു. പക്ഷേ അത് മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഇന്ന് നിരവധി പേരാണ് പണം നഷ്ടമായി നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പോരാടുന്നത്. ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ഈ അൽ മുക്താദിറിൻ്റെ പേരിൽ തന്നെ അൽ ബാസിദ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ഈ കൊല്ലം ബീച്ച് റോഡിൽ പ്രവർത്തിക്കുന്നത്. അവിടെ പണം നിക്ഷേപിച്ചവർ ഏറെയാണ്. പ്രവാസികളടക്കമുള്ളവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം അവിടെ നിക്ഷേപിച്ചിരുന്നു. ഈ സ്വർണം ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് അവർക്ക് നൽകിയിരുന്നത്. പിന്നീട് കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ കുടുംബങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ആ വിശ്വാസം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കണമെന്നതാണ് ഈ പണം നഷ്ടമായവരെല്ലാം തന്നെ, ഈ തട്ടിപ്പിന് ഇരകളായവർ എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ഇനി തിരികെ ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അത് തന്നെയാണ് അവർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. കാരണം ആ പണമില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ കഷ്ടപ്പെടുന്ന നിരവധി പേരാണ് ഞങ്ങളെ സമീപിച്ചത്. അവരിൽ നിന്നുമുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ നിസ്സഹായരാണ് എന്നുള്ള രീതിയിലാണ്. എന്തായാലും പ്രതിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നുള്ളതാണ്. ഈ പ്രതി കൂടുതൽ പണം ഉപയോഗിച്ചുകൊണ്ട് പലരെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും ഈ പണം നഷ്ടമായവർ പറയുന്നുണ്ട്. അതായത് വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തുന്നതിലും അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മൻസൂറിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ഭീഷണികൾ അതും പറയുന്നുണ്ട്. കാരണം പണം നഷ്ടമായവർ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരികെ പണം ലഭിക്കില്ല എന്നുള്ള കാര്യമാണ് ഈ ഉടമ പറഞ്ഞത് എന്ന് ഇരകളായവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് താൻ പണം നൽകാൻ, പക്ഷേ എപ്പോഴാണെന്നൊന്നും കൃത്യമായി പറയുന്നില്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഈ ഇരകളായവർ ആവശ്യപ്പെടുന്നത് മുന്നിൽ നിന്ന മതനേതാക്കളെ ഉൾപ്പെടെ
ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ്. കാരണം ഈ ഇസ്ലാമിക വിശ്വാസം പറഞ്ഞുകൊണ്ട് അവർ ഈ പണം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ. അതായത് ഒരു വയോധിക തൻ്റെ ചികിത്സയുടെ ആവശ്യങ്ങൾക്കായി 80,000 രൂപ, അതായത് ഏറ്റവും കുറഞ്ഞത് 80,000 രൂപ പോലും ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നു. അതുപോലും തിരിച്ചു കൊടുക്കാൻ ഈ ജ്വല്ലറി ഉടമയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത്രയ്ക്കും ഒരു ദയയോ ദാക്ഷിണ്യവും ഇല്ലാതെ നടത്തിയിരിക്കുന്ന, വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം, ഇയാൾക്ക് സഹായികളായിരുന്ന നിരവധി പേർ ഇന്നും നാട്ടിലുണ്ട്. ഇയാളുടെ ബന്ധുക്കളടക്കം നാട്ടിലുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പേരൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇരകളായവർ തന്നെ പറയുന്നുണ്ട്, അവരൊക്കെ ഇന്ന് നാട്ടിൽ ഞങ്ങൾക്ക് മുന്നിൽ വിലസി നടക്കുന്നുണ്ട്. പക്ഷേ അവരെയൊന്നും പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഒളിവിലായിട്ടുള്ള മുഹമ്മദ് മൻസൂറിനെതിരെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പോലും ഇതുവരെ പുറപ്പെടുവിച്ചില്ല എന്നാണ്. അപ്പോൾ പോലീസിനെയും ഭരണകൂടത്തെയും സ്വാധീനിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണിതെന്നാണ് ഈ പണം നഷ്ടമായവരൊക്കെ പറയുന്നത്. എന്തായാലും അവർ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു ധർണ സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇവരുടെ വീടുകളിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലുമൊക്കെ ഇവർ പോയിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സംസ്ഥാനത്താകമാനം 45-ലധികം ബ്രാഞ്ചുകൾ ഇവർക്ക് പ്രവർത്തിച്ചിരുന്നു. അതുവഴിയാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയത്. അതുവഴിയാണ് ഈ ആളുകളെ സ്വാധീനിച്ചത്. പക്ഷേ മാസങ്ങളായി ആ ബ്രാഞ്ചുകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങളിലൊക്കെ വലിയ പരസ്യമായിരുന്നല്ലോ അൽ മുക്താദിർ ജ്വല്ലറി നൽകിയിരുന്നത്. മനോജ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് ഈ ബ്രാൻഡ് നെയിം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ജ്വല്ലറി. ഇത് മാത്രമല്ല, മനോജ് ഇപ്പോൾ പറഞ്ഞതിന് അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഈ തട്ടിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായി മത നേതാക്കൾ മാറുമ്പോൾ ഇതിന് അവരും കൂടെ ഉത്തരം പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് സാധാരണക്കാരായ ഇസ്ലാം മത വിശ്വാസികളെ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാക്കി അവരുടെ സമ്പാദ്യം മുഴുവനും കവർന്നെടുക്കാനുള്ള ശ്രമം അവരുടെ പേരിൽ നടക്കുമ്പോൾ തീർച്ചയായും അതുതന്നെയാണ്. വ്യാപകമായിട്ടുള്ള പ്രചാരണം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവർ നടത്തിയത്. പല മാധ്യമങ്ങളെയും ഇവർ ഉപയോഗിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ മത നേതാക്കളെ മുന്നിൽ നിർത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക മതവിശ്വാസികളെയാണ് കൂടുതൽ ഇവർ പോയി പണം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ കൊല്ലത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം ഈ നിർമ്മാണത്തിനായി നൽകിയ ഒരുപാട് പേർക്ക് പണം നൽകിയിരുന്നു. ആ പണം കിട്ടിയ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ പല മത നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വീടുകളിൽ പോയി കാണുകയും അവരെ സ്വാധീനിക്കുകയും ഇസ്ലാമിക കച്ചവട രീതിയിലൂടെ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാമെന്നുള്ള ആ ഒരു സന്ദേശം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ അതിന് ഉറപ്പ് നൽകുന്നു എന്നുള്ള രീതിയിൽ ഉസ്താദുമാരടക്കം പോയാണ് ഈ ഒരു പണം ഈ ഉടമയ്ക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവരെ ഈ ഉസ്താദ്മാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത നേതാക്കളൊന്നും പിന്നീട് ഈ പണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത നേതാക്കൾ പറയുന്നതിനപ്പുറമില്ല. അവർ പറഞ്ഞതുകൊണ്ട് ആ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് തങ്ങൾ ആ പണം നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർ നൽകിയിട്ടുള്ള പണവുമായാണ് ഇന്ന് ഈ അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമ ഒളിവിൽ കഴിയുന്നത്. ഏത് രാജ്യത്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായുള്ള അന്വേഷണം നടത്തി പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. തങ്ങൾക്ക് പണം തിരികെ ലഭിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്നത്. അത് കുറച്ചുപേരൊന്നുമല്ല, സംസ്ഥാനത്താകമാനം നിരവധി പേർ ഈ ഒരു തട്ടിപ്പിനിരയായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000 കോടിയാണ് ഇവർ പറയുന്ന ആ ഒരു വിവരം. അത്രയധികം ഒരു വലിയ തുക പലരിൽ നിന്നായി തട്ടിയെടുത്ത് സ്വർണത്തിൻ്റെ പേരിൽ, പണിക്കൂലിയില്ലാതെ സ്വർണം നൽകുന്നു എന്നുള്ള പേരിൽ വലിയ പ്രചാരണം നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. സാധാരണ ചെറിയ സാമ്പത്തിക തട്ടിപ്പുകൾ പോലും പെട്ടെന്ന് കണ്ടെത്തുന്ന, അതിൻ്റെ പ്രതിയെ പിടികൂടുന്ന പോലീസ് ഈ കാര്യത്തിൽ മാത്രം നിസ്സഹായരാണ് എന്നുള്ള കാര്യം ഇവിടെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഭരണകൂടത്തിൻ്റെ പിന്തുണ ഈ പ്രതിക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് ഇരകളായവരൊക്കെ നമ്മളോട് പറയുന്നത്. കാരണം പലയിടത്തും പോകുമ്പോൾ തങ്ങൾ അവഗണിക്കപ്പെടുന്നു, തങ്ങളുടെ സമരമൊന്നും തന്നെ ആരും പ്രചരിപ്പിക്കുന്നില്ല. അതായത് അവരുടെ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അതിനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട്, പോലീസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ ഇരകളാക്കപ്പെട്ടവർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. മനോജാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.